Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഐപാഡിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ പോയി കണ്ടോക്കുക. നമ്മൾ ആക്ച്വലി വാങ്ങിച്ചത് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ടൈപ്പ് പാർട്ട് ടൈം ജോബാണ് നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ ഒരു ടൈപ്പ്, അതായത് നമ്മളൊക്കെ എന്താ പറയുക, നിങ്ങളുടെ പിക്സ് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി 2-3 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതൊരു ടൈപ്പ് ഓഫ് ഒരു പേയ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് അല്ല, സോറി, ഒരു ഏണിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം, ഇപ്പോൾ എനിക്കും ഏണിങ്സ് കിട്ടി. എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഓൾമോസ്റ്റ് ഞാനൊരു 10 to 20K സംതിങ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോസ് ഞാനെല്ലാം ക്യാമറ ത്രൂ എന്നല്ല, കുറേ പേര് ഇപ്പോൾ പറയും നമ്മളിൽ ക്യാമറയും സംഭവം ഒന്നുമില്ല. ഞാനെല്ലാം ക്യാമറ ത്രൂ എന്നല്ല എടുത്തേക്കുന്നത്, എല്ലാം ഫോണിൽ ത്രൂ എടുത്തേക്കുന്നത്. രണ്ടും ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്യാമറ ത്രൂ എടുത്തേക്കുന്ന ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ടൂർ പോകുമ്പോൾ ഫോട്ടോ എടുക്കില്ല, അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്നതൊന്നല്ല, സെപ്പറേറ്റ് നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും, അത് ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം സീനറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിലിടുന്നത് കേട്ടോ. നമ്മൾ ഓൺലൈൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. 2 മെയിൻ വെബ്സൈറ്റുകളാണ്. നിങ്ങൾക്കത് ആപ്പും അവൈലബിൾ ആണ്. ആപ്പ് ത്രൂ നമുക്ക് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ്. കുറച്ച് ടൈം എടുക്കും ഏണിങ്സ് കിട്ടാനൊക്കെ, കുറച്ച് പണിയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും, എന്തായാലും കുറേ പണികളൊക്കെ ഉണ്ടായിരിക്കും. വെച്ചാൽ പണിയിലാണെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് സംഭവമൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ടൈം എടുക്കും ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ കണ്ടോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയ ഒരു എന്താ പറയുക, എത്ര സമയം അതിന് ഡെഡിക്കേറ്റ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ എടുത്ത ഫോട്ടോസുകൾ എന്ന് പറയുന്നത് നമ്മളത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് എടുത്ത ഫോട്ടോസ് എന്നുള്ള നമ്മൾ നോർമലായിട്ട് എടുത്ത ഫോട്ടോസുകളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഐപാഡിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ആ മസ്റ്റ് നീഡഡ് ആയിട്ടുള്ള കുറച്ച് അക്സസറീസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഐപാഡ് 10th generation 256GB ആണ്. ഇത് വൈഫൈ മോഡൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 week ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 week ആയിട്ടില്ല, ഒരു 3 to 4 days ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞാൽ നമ്മളന്ന് ഫസ്റ്റ് ചെയ്തതാണ്, ഫസ്റ്റ് ബാറ്ററി ചാർജ് ചെയ്തതാണ്. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത് 26% ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ 26% എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 3 ദിവസമായി. അപ്പോൾ കുഴപ്പമില്ലാത്ത ബാക്കപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഓൾറെഡി സാംസങ്ങിൻ്റെ ടാബ് ഉണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ടാബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ബാക്കപ്പ് കുറവാന്ന് തന്നെയാണ് പറയാം. അപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ S6 Lite ആണുള്ളത്. അതിൽ നമുക്ക് S Pen സപ്പോർട്ടൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു പെൻ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഓഫീസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് വാങ്ങിക്കാൻ തന്നെ കാരണം. പിന്നെ അതും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് S6 Lite. ഇനി അത് ആക്ച്വലി ഞാനത് മോസ്റ്റ്ലി അത് വിൽക്കും. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജനറലി എൻ്റെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഉപയോഗിക്കുന്നത് ആപ്പിൾ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം. അല്ലെങ്കിൽ അതായിരിക്കും എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം ഇത് നമ്മളൊരു ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് ഷെയറിങ്ങും സംഭവങ്ങളൊക്കെ സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ തന്നെ കാരണം കേട്ടോ. പിന്നെ S6 Lite ഞാൻ നോർമലി വിൽക്കും. പക്ഷേ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിടുവുണ്ടോ, ഒരു 8 ദിവസമൊക്കെ നിൽക്കും സാധനം ബാറ്ററി. എൻ്റെ 7000 mAh ആണ്. ഇതിൻ്റെ mAh ബാറ്ററി അവർ പറയില്ലല്ലോ. ഇപ്പോൾ എല്ലാ സാധനം അത്ര ഓപ്പൺ അല്ലല്ലോ അപ്പോൾ അതിൻ്റെ. അപ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്. പക്ഷേ ഭയങ്കര ലോ ഒന്നും ഞാൻ പറയില്ല, കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. ഒരു 3 ദിവസം ആയപ്പോഴേക്കും നമുക്ക് 26% പോരാത്തതിന് ഫസ്റ്റ് ചാർജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ചുകൂടി എന്തായാലും കുറച്ചുകൂടി കൂടും. എന്തായാലും സാംസങ് S6 Liteൻ്റെ അത്ര ഇല്ല. അപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് ഒരു 30,000 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ S6 Lite കിടു സാധനം പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു 29,000 സംതിങ് രൂപയാണ് ഇപ്പോൾ കിട്ടുക. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഇനി സെയിൽസ് വരുന്ന സമയത്ത് എന്തായാലും ഒരു 25 ആ റേഞ്ചിലേക്ക് മാറും. പക്ഷേ നമുക്കത് അപ്പോൾ കിട്ടുക 4GB 64GB ആണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 6GB എങ്കിലും വാങ്ങിക്കുക കേട്ടോ. 4GB കുഴപ്പമൊന്നുമില്ല. ഹെവി സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് ലാഗ് വരിക, നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളത് 4GB ലാഗ് സംഭവമില്ല. ഞാൻ മെയിനായിട്ട് നോട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം മൾട്ടിപർപ്പസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 6GB വേരിയൻറ്റ് വാങ്ങിക്കുക കേട്ടോ. അതാണ് ഞാൻ എടുത്ത് പറയാൻ തന്നെ മെയിനായിട്ടൊരു കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കുറച്ച് അക്സസറീസ് കാണാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടു പെന്ന്. അപ്പോൾ ഇത് ഞാൻ പെൻ ഉപയോഗിക്കുന്നത് ഇത് ആപ്പിളിൻ്റെ പെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആപ്പിൾ പെൻസിൽ എന്ന് പറഞ്ഞാൽ 10th generation iPad സപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ പെൻസിലാണ്. അതൊരു കൂറ സാധനമാണ്, നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. അത് നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈറ്റ്നിങ് കേബിളാണ് വരിക. അത് നമുക്ക് എക്സ്ട്രാ കേബിൾ ഡോങ്കിൾ വെച്ച് ചാർജ് ചെയ്യുക വേണം. ഇതിലാണെങ്കിൽ നമുക്ക് ഈ ഐപാഡിലാണെങ്കിൽ നമുക്ക് വരുന്നത് Type-C ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിന് ഓൾമോസ്റ്റ് 10,000 രൂപയുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി വാങ്ങിച്ചത് ESRൻ്റെ ഡിജിറ്റൽ പെൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് 2000 താഴെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, Type-C ചാർജിങ് ആണ് വരുന്നത്. അതിലുള്ള ഓൾമോസ്റ്റ് മിക്ക സംഭവങ്ങൾ നമുക്ക് ഇതിലുണ്ട്. പിന്നെ നിങ്ങളൊരു പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആപ്പിൾ പെൻസിൽ തന്നെ പോകാം. അല്ലാത്ത നോർമൽ നോട്ട്സ് എഴുതാനും സംബോധനൊക്കെ ആണെങ്കിൽ ഇത് മതിയിട്ടാണ്. 2000 ഇവിടെ താഴെ. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആൻഡ് സെൻസിറ്റീവ് ആണ്.
ടിൽറ്റ് സെൻസിറ്റിവിറ്റി ഉണ്ട്, പാം റിജക്ഷൻ ഉണ്ട്, മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് ഉണ്ട്, മാഗ്നറ്റിക് ആയിട്ട് നിൽക്കും, ഡ്യൂറബിൾ ആണ്, റീപ്ലേസബിൾ നിപ്സ് നമുക്ക് ബോക്സിനായിട്ട് വരുന്നുണ്ട്. അത് ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ വീഡിയോ ഫുള്ള് കാണാം. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. നിങ്ങൾക്ക് ഇതാണ് സംഭവം. കാണാനൊക്കെ സെയിം ആണ് കേട്ടോ, ഓൾമോസ്റ്റ് നമ്മുടെ ആപ്പിൾ പെൻസിൽ പോലെ തന്നെയാണ് കണ്ടു. ഇത് നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്, മറ്റേ ബാറ്ററി ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല. ഇതിൽ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇത് നമുക്ക് ഒരു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് സി പോർട്ട് കാണാം. നമുക്കിവിടെ ഇൻഡിക്കേറ്ററും ഉണ്ട്. ഇത് ഓൺ ആക്കാൻ ജസ്റ്റ് മുകളിലൊരു ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ അടയില്ലല്ലോ, അതുപോലെ നമുക്ക് അതിന് മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് എത്തുന്നത് കണ്ടു. അതിനെ ഓഫ് ഓൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യൂഡ് സാധനം തന്നെയാണ്, 2000 രൂപയ്ക്ക് വേർത്താണ്. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ 10th ജനറേഷനിൽ നമുക്ക് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലൊക്കെ 64 GB മോഡലുള്ളൂ. അങ്ങനത്തെ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ സാൻ ഡിസ്കിൻ്റെ ഈ ഒരു USB പെൻ ഡ്രൈവ്. ഇത് ആക്ച്വലി 128 GB നമുക്ക് 256 GB വരെ നമുക്ക് കിട്ടും. ഇതെന്താ ക്ലിയർ ആവണില്ലേ, ഇതിന് മെറ്റാലിക്ക് ഭയങ്കര ക്ലിയർ അടിക്കുക. ഇതിന് ഓൾമോസ്റ്റ് ഒരു 1000 രൂപയുടെ താഴെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. ഇതിലെന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കിതിൽ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ടൈപ്പ് സിയും കിട്ടും, ഇങ്ങോട്ടായി കഴിഞ്ഞാൽ നോർമലും കിട്ടും. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് സംഭവങ്ങളൊക്കെ കൊടുക്കട്ടെ. ഇതിൻ്റെ പേര് സാൻഡിസ്ക് അൾട്ര അങ്ങനെ എന്തോ സംഭവമാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ അക്സസറി. പിന്നെ മെയിനായിട്ടുള്ള അക്സസറി എന്ന് പറയുന്നത് ഒരു മസ്റ്റ് നീഡഡ് സംഭവം എന്ന് പറഞ്ഞൊരു ടെമ്പർ ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് റോബസ്റ്റർ എന്ന് പറഞ്ഞൊരു ടെമ്പർ ഗ്ലാസ് ആണ്. 390 രൂപ ഉള്ളൂ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്, ഞാൻ തന്നെ ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തൽക്കാലം നിങ്ങൾ നോർമൽ യൂസ് സംഭവമൊക്കെയാണ് ഈ സാധനം മതി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബേസിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കറിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം, അത്യാവശ്യം ലോങ് യൂസും സംഭവങ്ങളൊക്കെ. പിന്നെ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടും സ്പീക്കറിൻ്റെ ഒക്കെ. പക്ഷേ ഓൾമോസ്റ്റ് ട്രിപ്പിൾ റേറ്റ് ഡിഫറൻസ് വരും. ഇതിന് 390 രൂപയാണെങ്കിൽ നമുക്ക് സ്പീക്കറിൻ്റെ 1500 ആ റേഞ്ചൊക്കെ പ്രൈസ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാം. ഞാൻ എന്തായാലും റോബസ്റ്റർ വാങ്ങിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക ഇതുപോലെ പാടും സംഭവങ്ങളൊക്കെ പിടിക്കും റേറ്റ് കുറഞ്ഞ ടെമ്പർ ഗ്ലാസ് ആകുമ്പോൾ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഞാൻ വലിയ കാര്യമായിട്ട് തോന്നിയില്ല. എനിക്ക് എന്തായാലും വീട്ടിലത്തെ ജ്യൂസാണ്, അപ്പോൾ ഞാൻ അത് തന്നെ വാങ്ങിച്ചുള്ളൂ. 390 ജസ്റ്റ് വെറുതെ. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ടെമ്പർ ഗ്ലാസ് വാങ്ങിച്ചു വയ്ക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ അക്സസറി കേട്ടോ. പിന്നത്തെ അക്സസറി എന്ന് പറയുന്നത് ഒരു കേസാണ്. ടിസും എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു കേസാണത്. ഇതിൽ നമുക്ക് നമ്മുടെ ഗാഡ്ജറ്റ്സ് സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കേസാണ്. ഇതിൽ നമുക്ക് രണ്ട് ടെമ്പർ ഗ്ലാസ് പാഡ് അല്ലെങ്കിൽ ടാബ്ലറ്റ് വേണമെങ്കിൽ വെക്കാൻ പറ്റുമോ. ഇവിടെ നമുക്ക് വെക്കാൻ ഒരെണ്ണം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്സസറീസും വയേഴ്സും സംഭവങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പെന്ന് ഇവിടെ നമുക്ക് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇയർബഡ്സ് ഉണ്ടെങ്കിൽ ഇയർബഡ് വയ്ക്കാം, അതൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ ഇവിടെയും നമുക്കൊരു ബോട്ട് ഉണ്ട്. ഇവിടെയാണ് ശരിക്കും ഐപാഡിൻ്റെ ബോട്ട് വയ്ക്കാനുള്ള ബോട്ട് കണ്ടു. ഇവിടെ എന്ന് വെച്ചാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ഈ സാധനത്തിന് ഈ പ്രൈസ് വരിക ഒരു 900 ആ റേഞ്ചൊക്കെയാണ്. ഞാൻ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് 2-3 കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നിലത്ത് വീണാലും സംഭവമൊന്നും കുഴപ്പം പറ്റില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നോർമൽ കേസ് വാങ്ങിക്കാണ്ടും ഇങ്ങനത്തെ ഒരു കേസ് വാങ്ങിക്കായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അക്സസറീസും വെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്ന ചാർജറും കൊള്ളുന്നുണ്ട് ഇതിൽ, ഉറപ്പാണ് കൊള്ളും. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചാർജറാണ്, അത് സുഖമായിട്ട് മടക്കി വെച്ചാൽ കൊള്ളും. അപ്പോൾ ഓവറോൾ നല്ല പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു അക്സസറി തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മസ്റ്റായിട്ടുള്ള നീഡായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഇയർബഡ്. അപ്പോൾ ആപ്പിളിൻ്റെ ഇയർബഡാണെങ്കിൽ ഇതെൻ്റെ എയർപോഡാണ്, എയർപോഡ് 2nd ജനറേഷൻ ആണ്. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 റേഞ്ചിലൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസം കഴിഞ്ഞിട്ടുണ്ട്, അല്ല 6 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്കപ്പ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഐപാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഇയർബഡാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള കണക്ടിവിറ്റിയും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കിട്ടും. പെയറിങ് എക്സ്ട്രാ പെയറിങ്ങും സംഭവങ്ങളും ചെയ്യേണ്ട. ഞാനിത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കണ്ടായിക്കോളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഈസി സംഭവങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മീറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കാനും മീഡിയ കൺസെപ്ഷനൊക്കെ ഈ സാധനം കിടുവാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു OnePlusൻ്റെയോ അങ്ങനത്തെ നല്ല ഇയർബഡ് ആയാലും വാങ്ങിച്ചു വയ്ക്കാം. അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത് ഓറിയൻ്റായിട്ടുള്ള കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈസി കണക്ടിവിറ്റിക്കും സ്മൂത്ത് കണക്ടിവിറ്റിക്കും നിങ്ങൾ ആപ്പിളിൻ്റെ ഇയർബഡ് വാങ്ങിയായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ ബെസ്റ്റ് 2nd ജനറേഷൻ തന്നെയാണ് കേട്ടോ. ഇതെൻ്റെ 2nd ജനറേഷൻ പ്ലസ് വയർലെസ് ചാർജിങ് ഉള്ളത് മോഡലാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് അന്ന് 9,000 സംതിങ് കിട്ടി, ICICI ബാങ്കിൻ്റെ ഓഫർ അടക്കം കണ്ടിട്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു അക്സസറിയാണ് നമ്മുടെ SSD. അപ്പോൾ SSD നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ അതിൽ ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ SSD സുഖമായിട്ട് കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ T7 ടച്ച് എന്ന് പറഞ്ഞൊരു SSD ആണ്. ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്കും സംഭവമൊക്കെ ഉണ്ട്. ഇതിന് എക്സ്ട്രാ ഒരു സോഫ്റ്റ്വെയർ വേണം വർക്ക് ചെയ്യണമെങ്കിൽ. അത് നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഇവരുടെ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്, ആപ്പിൾ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാം. ടൈപ്പ് സി പോർട്ട് അതിൻ്റെ ഇതിലും വരുന്നത് നല്ല ഫാസ്റ്റ് അക്സെഷൻ ട്രാൻസാക്ഷൻ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ 10th ജനറേഷനിലൊക്കെ വരുന്നത് ടൈപ്പ് 2 വേർഷൻ പോർട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
മാക്സിമം 450 Mbps ഒക്കെ സ്പീഡ് കിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു SSD നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞൊരു SSD വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലല്ലോ, എൻ്റെ ഉണ്ടത്, ഞാൻ ആ സംഭവം എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ ഇന്ത്യൻ ബ്രാൻഡിൻ്റെയാണ് SSD. ചെറിയൊരു സാധനമാണ് കേട്ടോ. അത് ഭയങ്കര കോമ്പാക്ട് സാധനമാണ്. ഈ സാധനം EVM പേര് മറന്നു. EVM-ത്തിൻ്റെ ഇതൊരു ഭയങ്കര റേറ്റ് കുറവാണ്. EVM-ത്തിൻ്റെ നമുക്ക് ഇത് എൻ്റെ 256 GB ആണ്. ഇതിന് എനിക്ക് പ്രൈസ് വന്ന് 2500 രൂപ കിട്ടി, 256 GB. അപ്പോൾ നിങ്ങൾക്ക് അത്രയും അങ്ങനെ കിട്ടും. ഇത് ഭയങ്കര സ്ലിമ്മാണ്, മെറ്റാലിക്കാണ്, ടൈപ്പ് സി പോർട്ട് തന്നെയാണ്. കണ്ടു നമുക്ക് ഇതിലൂടെ 2 ടൈപ്പ് കേബിളും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഇത് വലിയ ചെറുതായിട്ട് ചൂടൊക്കെ ആവും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം മെറ്റൽ കേസിംഗ് ആണ്. മറ്റേ പോലെ ഇത് സാംസങ്ങിൻ്റെ മെറ്റൽ കേസിംഗ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ബാക്കി പെന്നിൽ വേറെ കൂടി ഉണ്ട്, എൻ്റെ ക്രൂഷ്യലിൻ്റെ ഉണ്ട്. അത് പക്ഷേ പ്ലാസ്റ്റിക് ആണ്. കണ്ടു എൻ്റെ ഇതിൽ ഫുൾ ഡാറ്റാസും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം നമ്മുടെ വീഡിയോസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോ സെപ്പറേറ്റ് ഫോട്ടോസ് വേറെ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വേറെ വെച്ചൊക്കെയാണ്. അപ്പോൾ ഒരു നല്ലൊരു SSD നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ സാംസങ് വാങ്ങിക്കായിരിക്കും നല്ലത്. പിന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ EVM വാങ്ങിച്ചാൽ മതി. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. അത്യാവശ്യം നല്ലതാണ്. ഞാനിപ്പോൾ EVM ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു ഓൾമോസ്റ്റ് 8 മാസം സംതിങ് ആയിട്ട് കംപ്ലൈൻറ്റ് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉള്ളത് വേണ്ടതെന്ന് പറയുന്നത് ഒരു അത്യാവശ്യം മസ്റ്റ് നീഡഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു വയർലെസ് ആയിട്ടുള്ള കീബോർഡ് മൗസും. ഇതൊരു കോംബോ ലോജിടെക്കിൻ്റെ കീബോർഡ് മൗസാണ്. നിങ്ങൾക്ക് പറയാം നമ്മുടെ ഡോങ്കിൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സുഖമായിട്ട് നമ്മുടെ ഇതിൻ്റെ ഡോങ്കിൾ നമ്മുടെ എയർപോർട്ടിൽ കുത്താം, നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരുന്നു വേണ്ട. അത്യാവശ്യം നല്ല ബാക്കപ്പ് തരുന്ന മോഡലാണ്. ഇതിനും ഓൾമോസ്റ്റ് എനിക്ക് പ്രൈസ് വരെ 1500 താഴെ പ്രൈസ് വരുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം സുഖമായിട്ട് തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. ചെറിയ സാധനമാണ്. അപ്പോൾ വലിയ ഇപ്പോൾ പോർട്ടബിൾ ആയിക്കോട്ടെ, പോർട്ടബിളാണ്, കൊണ്ടു നടക്കാനും വലിയ പാടൊന്നുമില്ല. നമ്മുടെ ബാഗിലൊക്കെ ഇത് കൊള്ളുന്നുണ്ട്. ചെറുതാണ്. കീബോർഡൊക്കെ എത്ര ഉള്ളൂ, ഓൾമോസ്റ്റ് iPad അത്രയേ ഉള്ളൂ കീബോർഡ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് കൊള്ളും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മതി. ആക്ച്വലി മസ്റ്റ് നീഡഡ് ആയിട്ടുള്ള കുറച്ച് ഇത്രയും അക്സസറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മുടെ iPad നിങ്ങൾക്ക് ആക്ച്വലി പ്രൊഫഷണൽ യൂസിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു iPad യൂസർ ആണെങ്കിൽ ഇങ്ങനത്തെ അക്സസറീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വാങ്ങിക്കാനും മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മസ്റ്റ് നീഡഡ് ആയിട്ടുള്ള അക്സസറീസ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ചുമ്മാ ചവറ പോലത്തെ സംഭവം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കാൻ മറക്കണ്ട. നമ്മളെന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. വെറുതെ കാണാം. ബൈ.